എൻ്റെ പേര് ആൽഫി. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 മാർച്ച് 3-ാം തീയതിയാണ്. അന്ന് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചിരുന്നത് OET എക്സാം പാസ്സാക്കി തരണം എന്നായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ NCLEX-RN എക്സാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. പക്ഷേ എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ഭയങ്കര ടഫുള്ളൊരു എക്സാമാണ്. ഭയങ്കര എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ OET തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ OET എക്സാമിന് വേണ്ടി ഡേറ്റ് എടുത്തു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ളൊരു സ്കോർ കിട്ടിയില്ല. പിന്നെ ഞങ്ങളുടെ നഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ കരിയർ ഗ്യാപ്പ് വരരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച കോളേജിലെ ഹോസ്പിറ്റലിലേക്ക് തന്നെ ജോലിക്ക് വേണ്ടി കയറി. അവിടെ വർക്ക് ചെയ്തു, കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം മാതാവിൻ്റെ ഇടപെടൽ മൂലം എൻ്റെ ഫ്രണ്ട്സ് വഴി എനിക്ക് NCLEX-RN പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ജോലിയും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് ഞാൻ എടുത്തത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഭയങ്കര മടുത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്തു. കാരണം ഇത് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ്, ഒത്തിരി ടോപ്പിക്കുണ്ട്. അപ്പോൾ എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്യാം, ഇനിയിപ്പം വീട്ടിൽ വന്ന് എന്തെങ്കിലും നോക്കിയാൽ, കാരണം ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തായിരുന്നു. അപ്പം ഇനി വീട്ടിൽ വന്ന് എന്തെങ്കിലും നോക്കാം, കാരണം എനിക്ക് കുറച്ച് ടൈം കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും പഠിച്ച് അത് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് റിസൈൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ റിസൈൻ ചെയ്തു. വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പം അമ്മേനെ നോക്കണം, പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നത് എനിക്ക് കുറച്ചും കൂടി ടൈം കിട്ടും, പഠിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം എന്തൊക്കെയോ നോക്കി എന്നല്ലാണ്ട് ശരിക്കും ഒന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനും പപ്പയും കൂടിയും ബാംഗ്ലൂർ വെച്ചായിരുന്നു എൻ്റെ എക്സാം എഴുതാൻ വേണ്ടി ബാംഗ്ലൂർക്ക് പോയി. ഫെബ്രുവരി 26-നായിരുന്നു എൻ്റെ എക്സാം. ഞാനങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഇടയ്ക്ക് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് വരുമ്പോൾ കാണുമെങ്കിലും അങ്ങനെ ഡെയിലി ഞാൻ കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ അന്നത്തെ ദിവസം എന്നോട് പപ്പ പറഞ്ഞു, ഇന്നത്തെ ഡെയിലി ബ്രെഡ് കേട്ടിട്ട് നമുക്ക് എക്സാമിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഡെയിലി ബ്രെഡ് കേട്ടു. അന്ന് അച്ഛൻ പറഞ്ഞു, 7 എന്നൊരു നമ്പർ നിങ്ങളെ കാണിക്കുന്നുണ്ട്, 7-ന് പ്രാധാന്യം കൊടുക്കുന്നവരെ കാണിക്കുന്നുണ്ട്, അത് സ്വർണ്ണ നിറത്തിലാണ് കാണിക്കുന്നതെന്നും അത് തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തണമെന്നും പറഞ്ഞു. അതും കേട്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കൊന്തയിലും ഇട്ട് ഉപ്പും എൻ്റെ നാക്കിലും കുറച്ച് ഞാൻ ഇട്ടിട്ട് പിന്നെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിലും പൂശി അങ്ങനെയൊക്കെ ഞാൻ എക്സാമിന് കയറി. ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റഡ് എക്സാം ആയിരുന്നു ഇത്. കമ്പ്യൂട്ടറിലായിരുന്നു നമ്മൾ എക്സാം എഴുതേണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ല, കുറച്ച് ഈസിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് അത് ഭയങ്കര ടഫാകാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല. പിന്നെ അച്ഛൻ്റെ രാവിലത്തെ ടോക്കിൽ ഞാൻ 7 എന്ന നമ്പർ കേട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് ഞാൻ എനിക്കറിയില്ല, ഡൗട്ട് തോന്നിയ ക്വസ്റ്റ്യൻസും അല്ലാത്ത ക്വസ്റ്റ്യൻസും എനിക്കറിയില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് 7 എന്ന നമ്പർ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് വിശ്വസിച്ചു, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ എന്നോട് എൻ്റെ പപ്പ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അന്ന് ബാംഗ്ലൂർ റൂം എടുത്തത് 205 എന്ന് പറഞ്ഞ റൂം നമ്പർ 205 ആയിരുന്നു. അപ്പോൾ അന്ന് പപ്പേനെ ആരോ മനസ്സിലിങ്ങനെ 2+5 7 എന്നിങ്ങനെ ആരോ മനസ്സിലിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞങ്ങൾ ഈ ഡെയിലി ബ്രെഡിൻ്റെ ടോക്ക് കേൾക്കുന്നത് തന്നെ. അതും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പം അമ്മ എന്നോട് ചോദിച്ചു, നീ ഇന്നലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അല്ലെങ്കിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 7-ാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ 7 എന്ന നമ്പറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അമ്മ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പം അതിൽ ലൈക്ക് അടിക്കാൻ നേരത്ത് എപ്പോഴും അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ലാസ്റ്റ് 7 നമ്പർ, ലാസ്റ്റ് അല്ലെങ്കിൽ അതിൽ എപ്പോഴെങ്കിലും ഒരു 7 നമ്പർ വരുമ്പോഴാണ് അമ്മ എപ്പോഴും ലൈക്ക് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും പാസ്സാകും, നീ പേടിക്കണ്ട, മാതാവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതി 3-ാമത്തെ ദിവസം തൊട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ റിസൾട്ട് അവൈലബിൾ ആണ്. പക്ഷേ എന്നോട് ആരോ പറയുന്നല്ലോ, നീ ഇന്ന് നോക്കണ്ട, നീ 7 ദിവസം വെയിറ്റ് ചെയ്യേ, 7-ാമത്തെ ദിവസം നോക്കിയാൽ മതി എന്ന്.
ടെൻഷനുണ്ട്. കാരണം 3 ദിവസം റിസൾട്ട് അവൈലബിൾ ആണ്, എന്നാലും കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ടെൻഷനുണ്ടായെങ്കിലും ഞാൻ ആരും എന്നോട് പറയുന്നല്ലോ, അപ്പം ഞാൻ 7 ദിവസം വെയിറ്റ് ചെയ്യാം, എന്തായാലും മാതാവ് എനിക്കൊരു 7 നമ്പർ തന്നതാണല്ലോ, അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് 7ാമത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ 7ാമത്തെ ദിവസം റിസൾട്ട് നോക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചേച്ചി ഡെലിവറി, എൻ്റെ അമ്മയ്ക്ക് ഒരു ഡെലിവറി, അമ്മയുടെ സിസ്റ്റേഴ്സ് പുറത്തുനിന്ന് കൊടുത്തുവിട്ട് ഒരു ഡെലിവറി ഒരു ഗിഫ്റ്റായിട്ട് വന്നു. അതൊരു നീല കളറുള്ള ചുരിദാറായിരുന്നു. മാത്രമല്ല ആ ചേച്ചി വന്നത് ശരിക്കും മാതാവ് വരുന്ന പോലെ, നമ്മൾ നല്ല ചിരിച്ചൊരു മുഖത്തോടെ പ്രസന്നതയോടെയുള്ളൊരു മുഖത്തോടെയാണ് ആ ചേച്ചി വന്നത്. അപ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ പോലെ ലൈക്ക് മാതാവ് വന്നതാണ്, എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാരെനിക്ക് റിസൾട്ട് വായിച്ചു തന്നു. നീ പാസ്സായി എന്ന് പറഞ്ഞു. പാസ്സായി. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ NCLEX പാസ്സായി. ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകുമെന്നായിരുന്നു. അപ്പോൾ IELTS അല്ലെങ്കിൽ OET ഇതിലേതെങ്കിലും. OET ഞാൻ ഒരു പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അപ്പം IELTS ചൂസ് ചെയ്യാൻ ഓർത്തുകൊണ്ട് അങ്ങനെ IELTS ഞാൻ ആദ്യം ചൂസ് ചെയ്തു. പക്ഷേ എനിക്കിത് ടഫായിട്ട് തോന്നി. എൻ്റെ മനസ്സിൽ ആരോ തോന്നിക്കുന്നോളൂ, നീ OET എഴുതുക, ഒരു പ്രാവശ്യം കൂടി എഴുതാൻ നിനക്ക് കിട്ടും. മാതാവ് ഇങ്ങനെ പറയുന്ന പോലെ, എനിക്കിങ്ങനെ ഭയങ്കര ഒരു ബലം തരുന്ന പോലെ. അപ്പം ഞാൻ OET എങ്ങനെ എന്തെങ്കിലും ആട്ടെ സാരമില്ല, OET എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ OETക്ക് വേണ്ടി ഡേറ്റ് എടുത്തു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണം. അതായത് ഒന്നെങ്കിൽ എൻ്റെ സീറ്റിൻ്റെ നമ്പർ 7 ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സാമിനർ ഒരു നീല കളറുള്ള ഡ്രസ്സ് ഇട്ട ഒരാളായിരിക്കണം എന്ന്. പക്ഷേ എനിക്ക് OETയുടെ സീറ്റ് നമ്പർ കിട്ടിയത് 8 ആയിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. അവിടെ ചെന്നപ്പം എൻ്റെ എക്സാമിനർ ഒരു നീല ഷർട്ട് ഇട്ട ഒരാളായിരുന്നു. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ആദ്യം OET എഴുതി, ആ OETനേക്കാളും എക്സാമിനേക്കാളും ടഫായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. പക്ഷേ ഞാൻ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചു. എങ്ങനെയോ എൻ്റെ 4 മൊഡ്യൂളാണ് ഞങ്ങൾക്കുള്ളത്. ലിസണിങ്, റീഡിങ്, റൈറ്റിങ്, സ്പീക്കിങ്. എൻ്റെ സ്പീക്കിങ്ങിന് കിട്ടി ഇൻ്റർലോക്കേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ്. എനിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എന്തോ എന്നെയും കൊണ്ട് ആരോ പറയിപ്പിക്കുന്ന പോലെ എനിക്ക് എന്തൊക്കെയോ പറയാൻ പറ്റി. പക്ഷെ ഞാൻ വിശ്വസിച്ചു. എക്സാം എല്ലാം കഴിഞ്ഞ് എന്നോട് ആൾക്കാർ, പപ്പയും മമ്മിയൊക്കെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ടഫായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു, കാരണം എൻ്റെ മനസ്സിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ OETയുടെ റിസൾട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ജൂലൈ 9-ാം തീയതിക്ക് മുന്നേ എനിക്ക് റിസൾട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ജൂലൈ 7-ാം തീയതി തന്നെ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഇന്ന് ജൂലൈ 9 എനിക്ക് സാക്ഷ്യപ്പെടുത്താനും സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഹോസ്പിറ്റലിലും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ രോഗികൾക്ക് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ പപ്പയുടെ ഒരു ഫ്രണ്ട്, അവരുടെ മക്കൾക്ക് ചോദിച്ചില്ലെങ്കിലും അങ്ങനെ അറിഞ്ഞ് ഒരു സഹായം ചെയ്യാൻ പറ്റി. എനിക്ക് സാലറി ഒന്നും ഒത്തിരി ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും പറ്റുന്ന പോലെയൊക്കെ അങ്ങനെ സഹായം ചെയ്യാൻ പറ്റി. അതുപോലെ ഞാൻ വർക്ക് ചെയ്തത് സെൻറ്റ് ജോൺസിലായിരുന്നു, ബാംഗ്ലൂർ. അവിടെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തന്നെ മാസ് ഉണ്ടായിരുന്നു, രാവിലെയും വൈകുന്നേരം. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ PM-ൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുർബാന കൂടാനുള്ള അവസരം ഉണ്ടായിരുന്നു. PM ആണെങ്കിൽ രാവിലെ കുർബാന കൂടിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും മാതാവ് നടത്തി തന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഞാൻ അങ്ങനെ ഡെയിലി ബ്രെഡ് അന്ന് ഞാൻ അങ്ങനെ എപ്പോഴും കേൾക്കാവുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാ ദിവസവും തന്നെ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കും. അതുപോലെ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് തക്ക സമയത്ത് മാതാവ് എല്ലാം നടത്തിത്തരും. കാരണം എനിക്ക് അന്ന് ആദ്യം OET കിട്ടിയായിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു, കാരണം 2 വർഷം ഇതിന് വാലിഡിറ്റി ഉള്ളൂ. പക്ഷേ എനിക്ക് ഇപ്പോഴായിരുന്നു OETയുടെ ആവശ്യം. അന്ന് എനിക്ക്, അതായത് ഈ സമയത്ത് തന്നെ എനിക്ക് മാതാവ് അത് നടത്തി തന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. 45-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആൽഫി ജോജോ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, യേശുവിൽ നിന്നൊരു ജാമ്യം എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് വിഷയത്തിനല്ല പ്രാധാന്യം എന്ന് തീർത്ത് പറയുന്ന ഒരവസ്ഥയിലാണ്. എൻ്റെ OET പാസ്സാകുന്നതോ എൻ്റെ NCLEX പാസ്സാകുന്നതോ ഒന്നുമല്ല. അത് സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഏതൊരു ജീവിത പ്രതിസന്ധിയിലായാലും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മകൾക്ക് കിട്ടിയത് ഗോൾഡൻ 7 എന്ന ഒരു വലിയ സന്ദേശമായിരുന്നു.
ആ മകൾ അതിൽ തന്നെ വിശ്വസിച്ച് തൻ്റെ പ്രതിസന്ധി സമയങ്ങളിൽ അമ്മയ്ക്കുണ്ടായ സർജറി സമയത്തായാലും ജീവിതത്തിലൊന്ന് പഠിച്ച് ഒരുങ്ങി പരീക്ഷ എഴുതാനുള്ള ഒരു അവസ്ഥയില്ലാതിരുന്നപ്പോഴെല്ലാമാണ് തൻ്റെ യോഗ്യത ഒട്ടും തന്നെയില്ല, ഇനി കൃപയിലാണ് ഞാൻ ജയിക്കാൻ പോകുന്നത്. കൃപയുടെ ഒരു അടയാളമായി മകൾക്ക് ലഭിച്ചത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞ ഗോൾഡൻ നമ്പർ 7 ആണ്. ആ 7-ൽ ഈ മകൾക്ക് എല്ലാം കറക്കി കുത്തിയാണ് ഇട്ടതെങ്കിലും കൂടി പരിശുദ്ധ അമ്മ തന്നെ ഈ മകൾക്ക് വേണ്ടി പരീക്ഷ എഴുതി പാസ്സാക്കിയ ഒരു നല്ല സാക്ഷ്യമാണിത്. നമ്മൾ ഉടമ്പടി ഉഴപ്പിയിട്ടും അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെങ്കിൽ നാം ഒന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭാവി ദൈവം വർത്തമാനകാലമാക്കി എന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ആ രജിസ്റ്ററിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തു എന്നാണ്. നാം എത്ര തന്നെ അകന്നു പോയാലും ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയിൽ നാം സുരക്ഷിതരാണെന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉടമ്പടി നാം ജീവിച്ചു തുടങ്ങുമ്പോഴാണ്. ഉടമ്പടി എന്ന് പറയും ചിലരെങ്കിലും അതൊരു വളരെ ലാഘവത്തോടു കൂടി കാണുകയാണെങ്കിൽ അതൊരു വളരെ തെറ്റായ സമീപനമാണ്. ഉടമ്പടി വളരെ സീരിയസ് ആയ കാര്യം തന്നെയാണ്. ചിലരെല്ലാം പറയും എനിക്ക് സാധിക്കാവുന്നതുപോലെയൊക്കെ ഞാൻ ചെയ്തു. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവം ഒരിക്കലും എനിക്ക് സാധിക്കാവുന്നതുപോലെയുള്ള വാഗ്ദാനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് അല്ല നമുക്ക് വേണ്ടി നേടിത്തരുന്നത്. ദൈവം തരുന്നത് വളരെ പരിപൂർണമായ ഒരു വലിയ ഗിഫ്റ്റാണ്, ഓഫറാണ് നമുക്ക് തരുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നാം നീങ്ങുമ്പോൾ ഒരിക്കലും ഈശോയെ കൈവിടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അനുഗ്രഹം നാം എപ്പോഴും ഒരു അനുതാപത്തിൻ്റെ ലെവലിലേക്ക് വന്നിട്ട് വേണം അത് സ്വീകരിച്ചെടുക്കാനായി. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ അനുഗ്രഹവും അനുതാപവും ഒന്നിച്ച് നീങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം ഈശോയോട് അടുത്തിരിക്കുന്നുവോ അത്രമാത്രം അനുഗ്രഹത്തിൻ്റെ ആ ഒരു നീർച്ചാൽ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. പരിശുദ്ധ അമ്മ പാടിയതുപോലെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ മകൾക്ക് ലഭിച്ചത് സത്യമായും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ആ ഉടമ്പടി അടിസ്ഥാനത്തിലൂടെ ടൈം ഷോർട്ടനിങ്ങിലാണ് ഈ മകൾക്ക് പരീക്ഷകൾ ജയിച്ചതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. സമാനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ ആൽഫിയുടെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.